ഹലോ ഗൈസ്, എല്ലാവർക്കും അപ്പോൾ മൈൻ ബേരിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു ഇന്നത്തെ കണ്ടന്റ് ഞാൻ ശരിക്കും ചെയ്ത് കഴിഞ്ഞു. റെയ്ഡ് ഫാം ആയിരുന്നു ഇന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ആ റെയ്ഡ് ഫാം അത്ര വലിയ റെയ്ഡ് ഫാമൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനുള്ളൊരു റെയ്ഡ് ഫാമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല കുറവായിരിക്കും, ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആർമറൊന്നും ഇട്ടിട്ടില്ല, ആർമറൊന്നും പോയിട്ടൊന്നുമില്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നൂരി വെച്ചു തന്നെ ഉള്ളൂ. നെതറേറ്റൊക്കെ പോയാൽ പിന്നെ ഞാൻ മൈൻഡ് നിർത്തും, അറിയാലോ കേസ് നെതറേറ്റിൻ്റെയൊക്കെ വില. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കണ്ടിട്ട് വരിക. പിന്നെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ആരും അതിനൊന്നും മറക്കണ്ട. അപ്പോൾ ലൈക്കൊന്നും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നന്നായിട്ട് കമൻറ്റൊക്കെ ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് വല്ല അറിയുമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക. എന്തെങ്കിലും ബിൽഡിൻ്റെ ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. പിന്നെ എനിക്ക് അധികമായിട്ടൊന്നും ബിൽഡിങ്ങും ഒന്നും അറിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ട്യൂട്ടോറിയലാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ബിൽഡിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഒരു റീപ്ലേ മോഡ് പോലെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല, റീപ്ലേ പോലെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ബാക്ക് അടിക്കാതെ നോക്കുക, അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇവിടെയൊക്കെ സ്ലാബ് വെച്ച് ഞാൻ സ്പൂൺ പ്രൂഫൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ നിന്ന് ടെമ്പററി ആയിട്ട് വെച്ച ബ്ലോക്കൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അതൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഒരു അടിപൊളി സാധനമാണ്, സീനായി വർക്കാവുന്നുണ്ട്. ഇൻവെൻട്രിയിലൊക്കെ ഫുള്ളൊന്ന് ബ്ലോക്കൊക്കെ വെച്ചൊന്ന് ഞാനൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. സ്നാനം ഓക്കെ. ഇതിന് ഫ്രീ ക്യാം ഇട്ടൊന്ന് നോക്കട്ടെ. വർക്കാവണില്ലേ? ചതിച്ച ആളിനെ ചതിച്ച. ഇനിയിപ്പോൾ ചിലപ്പോൾ ആ വില്ലേജറിനെ ഇതാവാത്തായിരിക്കും. മോളിക്കൊന്ന് കയറി നോക്കട്ടെ വാട്ടർ വെച്ചിട്ട്. ഓക്കെ. ഇപ്പോൾ റൈഡ് വന്നു വയസ്സ്. അപ്പോൾ അതായിരുന്നു, കുറച്ചൊന്ന് മോളിക്ക് പോകണം, അപ്പോഴേ വില്ലേജറിനെ മൈൻക്രാഫ്റ്റ് കാണുള്ളൂ. ഓക്കെ, ഇനി ഫ്രീ ക്യാം ഇട്ടൊന്ന് നോക്കിക്കഴിഞ്ഞൊരു 14 സെക്കൻഡ് കഴിഞ്ഞാൽ അത് റൈഡ് വരും. ഓക്കെ, അതപ്പോൾ വരാറായിട്ടുണ്ട്. ഒരു ചോപ്പ് വരെ മുകളിൽ റൈഡ് എന്ന് എഴുതിയിട്ട് കാണിക്കില്ലേ? ഓക്കെ, അതാ ഈ ചോപ്പ് വരെ അറ്റത്ത് വരെ എത്തിക്കഴിഞ്ഞാൽ റൈഡ് വന്നു. അപ്പോൾ എല്ലാവരും താഴത്തേക്ക് ഇങ്ങനെ വന്ന് വീഴണം. അപ്പോൾ താഴത്തേക്ക് വന്ന് വീഴണമൊക്കെ നമുക്കൊന്ന് കാണാം. അത് നല്ല സീനാണ് കാണാൻ. ഞാൻ പ്രതീക്ഷിച്ചത്രയും കാട്ടിലുണ്ട്. ഇതെന്തൊരു പാമ്പ് ഇങ്ങനെ ഇറങ്ങി വരണ പോലെ. 2 പേര് ബാക്കിയുണ്ടാ? അവരവിടെ റേഞ്ചറൊന്നും സ്പോൺ ആയിട്ടില്ലല്ലോ. ആരാ നിങ്ങളൊക്കെ? ഇവരെങ്ങനെ ഇവിടെ എത്തി? ഒരു സ്ലാബ് വയ്ക്കാൻ മറന്നാണ്. അതാണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? മിസ്റ്റേക്ക് ഇല്ലാണ്ട് ഒരു ബിൽഡ് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട്. ബാക്കിയും കൂടി ഞാൻ റൈഡൊന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യട്ടെ. എല്ലായിടത്തും പാച്ച് വരട്ടെ. അടുത്ത പാച്ച് വന്നു. എന്താ 2 വെട്ടിനാണ് ഒരു റൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആണ്. അതാണത് 21 ബ്ലോക്കോ 22 ബ്ലോക്കോ ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാൾ ഡാമേജ് തന്നെ ഒരു ഹാർട്ടിലേക്ക്. ഓക്കെ, എമറാൾഡൊക്കെ വേസ്റ്റ് ചെയ്യല്ലേ? എമറാൾഡൊക്കെ താഴെ കിടക്കണത് കറക്റ്റായിട്ട് ചെസ്റ്റിലേക്ക് പോകണില്ല. ഇത് എമറാൾഡ് ഫാമാണ്, ടോട്ടം ഫാമല്ല. ഒരാളും കൂടി ഉണ്ട് അവിടെ. ഓക്കെ, ഇതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഫ്രീ ക്യാം യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഗൈസ്. ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഫ്രീ ക്യാം ഒന്നും യൂസ് ചെയ്യരുത്. ഞാൻ ചീറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീ ക്യാം യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്തിട്ടില്ല.
ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ ഫ്രീ ക്യാം ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് വെച്ച് മോളിക്ക് പോകണം. അതാണ് വല്ല കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള റെഡ് സ്റ്റോൺ ബിൽഡ് വല്ലതുമാണെങ്കിൽ പിന്നെ എനിക്ക് ബ്ലോക്ക് വെച്ച് മോളിക്ക് പോയി കഴിഞ്ഞാൽ അത് ഫുള്ള് ബ്രേക്ക് ആവും. TNT വെച്ചിട്ടാണെങ്കിൽ പിന്നെ പറയണ്ട. അവിടെയെങ്കിലും ഒരു അറിയാതെ ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ട്രിഗറായിട്ട് TNT പൊട്ടി ഉള്ളത് ഫുള്ള് പൊട്ടി. അപ്പം അതുകൊണ്ട് ഈ ഫ്രീ ക്യാം ഒരു നല്ലൊരു സാധനമാണ്. പിന്നെ അത് ബെഡ് റോക്കിൽ ഉണ്ടാവില്ല, ജാവയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, റൈഡ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആവാറായി. പിന്നെ അവിടെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. അവനെയൊന്ന് പോയി ഒന്ന് റെഡിയാക്കട്ടെ. ഇതിങ്ങനെ ഈ സംഭവം ഇപ്പം സംഭവിച്ചത് എനിക്കിപ്പോൾ ഫ്രീ ക്യാം നോക്കിയതല്ലേ മനസ്സിലായത്. അല്ലെങ്കിൽ ഇപ്പം ഞാനെങ്ങനെ അറിയാനാണ്. ബെഡ് റോക്കിലുണ്ടാവില്ല, എത്ര നോക്കിയാലും എനിക്കറിയില്ല. ചിലപ്പോൾ ബെഡ് റോക്കിൽ എങ്ങനെയെങ്കിലൊക്കെ സെഡ് ആർച്ചിവർ വെച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എനിക്കതിനെ ചത്തില്ല. നെതറേറ്റിൻ്റെ പവറേ. വാട്ടർ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ വിച്ച് ധാരണ്ടാവും. ചെറിയ നായി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കും, ക്ഷമിക്കണം. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ ശരിയാക്കിക്കോളാം. അപ്പോൾ ഈ റൈഡൊന്ന് കംപ്ലീറ്റ് ആവട്ടെ, അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിലത്തെ ടോട്ടോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ടോട്ടോ ഒക്കെ ഞാൻ ഷോപ്പ് പോയിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഇതിൽ നിന്ന് ടോട്ടോ വാങ്ങി യൂസ് ഇതിൽ നിന്ന് ടോട്ടോ എടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഒക്കെ ഞാൻ വാങ്ങല്ലോ. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് റൈഡായിരിക്കും. പിന്നെ ഈ സാഡിലൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ വെറുതെ. അല്ലാണ്ട് അതൊന്നും പോയി എടുക്കണ സെറ്റപ്പൊന്നും വേണ്ട. വെറുതെ ചെസ്റ്റ് നിറയെ അല്ലാണ്ട് വേറൊന്നും ഉപകാരമില്ല. റൈഡ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.